വീണ വിജയൻ ഷോൺ ജോർജിനെതിരായിട്ട് സൈബർ കേസിൽ പരാതി കൊടുത്തിരിക്കുന്നു. ഷോൺ ജോർജിനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ വ്യാപകമായി വീണ വിജയനെതിരായിട്ടുള്ള ചർച്ചകൾ വളരെയധികം നടന്നു. അതിനകത്ത് 1,72,00,000 രൂപ CMRൽ നിന്ന് അവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ തർക്കിക്കുന്നില്ല. ആ പണം ലഭിച്ചിട്ടുണ്ട്. അത് ഒരു സേവനത്തിൻ്റെ പുറത്താണോ കിട്ടിയത് അല്ലയോ എന്നുള്ള കാര്യം അത് വലിയ പ്രസക്തി അതിനകത്തില്ല. പണം കൊടുത്ത ആൾക്ക് തർക്കമില്ല, പണം കിട്ടിയവർക്ക് അതിനകത്ത് തർക്കമില്ല. അതിനെ സംബന്ധിച്ചുള്ള GST CMRൽ വീണയ്ക്ക് വേണ്ടി അടച്ചു കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിനകത്ത് ഇൻകം ടാക്സിൻ്റെ പ്രശ്നമുള്ളത് 1,72,00,000 മാത്രമേ ഉള്ളൂ എങ്കിൽ അതിലേക്കുള്ള ഇൻകം ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ കുറേയൊക്കെ അടച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ബാക്കി പൈസ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ആ പ്രോസിക്യൂഷൻ ഒഴിവാകും. ഇതിനകത്ത് രാഷ്ട്രീയപരമായി വലിയധികം നീക്കങ്ങൾ വീണയ്ക്കെതിരായിട്ട് നടന്നെങ്കിലും അതിന് എതിരായി കേരള ഹൈക്കോടതിയിലും അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയിലും 2 കേസുകളുണ്ട്. ഷോൺ ജോർജ് കൊടുത്ത കേരള ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുകയാണ്. അതേസമയത്ത് വീണ വിജയനെതിരായിട്ട് അവർ കർണാടക ഹൈക്കോടതി കൊടുത്ത കേസിൻ്റെ ഫലങ്ങൾ വെളിയിൽ വന്നു. കേസ് റദ്ദ് ചെയ്യണമെന്നുള്ള അപേക്ഷ അവർ തടയുകയും ചെയ്തു. അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഒരു അന്വേഷണ ഏജൻസി ഇന്ത്യയിലെ ആർക്ക് വേണമെങ്കിലും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അവരെ അറസ്റ്റ് ഉടനെ ഉണ്ടാകില്ല എന്നും കോടതിയിൽ ഒരു അണ്ടർടേക്കിങ് സീരിയസ് ഫ്രോഡ് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അധികൃതർ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് 1,72,00,000 കൂടുതൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പണം കൊടുത്തത് ഈ നിയമവിരുദ്ധമാണോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതേസമയത്ത് KSIDCയിലെ ചില ഡയറക്ടേഴ്സ് CMRൽ പോയി അവിടെ ഇരുന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ ജോലി സമ്പാദിച്ച 3-4 പേര് CMRൽ അവിടെ നിന്നും ഇവിടെ നിന്നും ശമ്പളവും TADയും വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കുക. അത് വളരെ ഒരു സീരിയസ് ആയ ഓഫൻസാണ്. അതിന് തീർച്ചയായിട്ടും KSIDC സമാധാനം പറയേണ്ടി വരും. അതിൻ്റെ മേധാവി CEO ആരാണ്, അവരതിന് ഉത്തരം പറയേണ്ടി വരും. അതേസമയത്ത് ലാവ്ലിൻ കേസിൻ്റെ ആസ്ഥാനത്ത് വീണ വിജയൻ ഒരു ഓഫീസ് തുടങ്ങി, എക്സാലോജിക്കിൻ്റെ ഓഫീസ് അവിടെയും തുടങ്ങിയെന്നൊരു വാർത്ത വന്നു. അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഇല്ല, തുടങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പം അറിയുന്ന വിവരങ്ങൾ. അത് വ്യാജമായ ഒരു കഥ സൃഷ്ടിച്ച് വിട്ടതാണ്. അത് അങ്ങനെ രീതിയിലൊരു പരാതി തന്നെയാണ് വീണ വിജയൻ കൊടുത്തിരിക്കുന്നത്. ഏതായാലും വീണ വിജയന് അതിന് CMRലും അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് അടയ്ക്കേണ്ട പണങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനുള്ള സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയപരമായി പല സർവീസ് കൊടുത്തോ ഇല്ലയോ എന്നൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ്. പണ ഇടപാടിൽ CMRൽ കൊടുത്തത് എന്തിനാണെന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്ക് ദാനം ചെയ്തെന്ന് വിചാരിച്ചോളൂ. അത് വീണ വിജയൻ വാങ്ങിച്ചിട്ടുണ്ട്. 2 കൂട്ടർക്കും പരാതിയില്ല. അതിന് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന പണങ്ങൾ അല്ലെങ്കിൽ ടാക്സ് ഇനത്തിലോ GST ഇനത്തിലോ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷന് അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും വലിയ ഈ 1,72,00,000 ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോസിക്യൂഷൻ വളരെ ബ്ലീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ പല കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാമെങ്കിൽ നിയമപരമായി അതിനൊരു ബേസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴേ ഷോൺ ജോർജിനെതിരായിട്ട് വ്യാജമായ അവരെ പറ്റിയുള്ള ഡിഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവർക്കെതിരായിട്ട് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സൈബറിലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും അതേ രീതി പെരുമാറിയിട്ടുള്ള മറ്റ് പല ആൾക്കാരും തീർച്ചയായിട്ടും പ്രതികളായി സബ്സിക്വൻ്റ് ആയിട്ട് വീണ വിജയൻ്റെ കേസിന് അവർ വാദിയായിട്ടുള്ള കേസിൽ തീർച്ചയായിട്ടും പലരും ഇനിയും പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ചാനലുകളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ അപ്രകാരം പറഞ്ഞവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അഫർമേറ്റീവായ രീതിയിൽ അവർക്കെതിരായിട്ട് പഴിചാരി മുന്നോട്ട് പോകുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കുക. കാരണം നിയമപരമായ കാര്യത്തിൽ മാത്രം ഉറച്ചു നോക്കുക. ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഷോൺ ജോർജിനെ പോലെ തന്നെ വീണ വിജയൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പലരും അവരെ ഹനിക്കാനും അവരെ വ്യക്തിപരമായ തേജോവധം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ കേസിലെ പ്രതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.